ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ആദ്യം ഇപ്പം നമ്മൾ തലേന്ന് ലാബിൽ പോയില്ലേനാ. അപ്പോൾ ലാബ് പോയി ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ റിസൾട്ടൊക്കെ കിട്ടി. ഇന്ന് രാവിലെയാണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇന്ന് 10 മണിയായിക്കും കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ. അപ്പോൾ 10 മണിയായി. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിൻ്റെ. ഞാനങ്ങനെ കോഴിക്കോട്ടേക്ക് ഒപ്പം പോകലുള്ളൂ. കോട്ടക്കലാകുമ്പോൾ ഞാൻ വല്ലാതെ ഒപ്പം പോകലില്ല. അവിടെ അടുത്ത് തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഇന്നിപ്പോൾ കുറച്ച് ക്ഷീണവും കാര്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ കൂടെ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ റിസൾട്ട് വാങ്ങിയത്. റിസൾട്ടൊക്കെ വാങ്ങി. റിസൾട്ടിലൊക്കെ കുറച്ച് കൂടുതലാണ്. അങ്ങനെ നേരെ അൽമാസ് ചെന്ന് ടോക്കനൊക്കെ എടുത്തു കേട്ടോ. ടോക്കൺ എടുത്തുകൊണ്ട് നേരെ ചെന്നപ്പോൾ നിറച്ച് ആൾക്കാരാണ്. സാധാരണ അത് ചെല്ലുമ്പോൾ 10 മണിയാകുമ്പോൾ തന്നെ ചെല്ലലുണ്ട്. ചെന്നുകാണ്ട് ഡോക്ടർ പിന്നെ വാർഡൊക്കെ പോണതിൻ്റെ മുന്നേ ആരൊക്കെ വന്നു വെച്ചാൽ ഓലെ നോക്കിയിട്ടാട്ടോ ഡോക്ടർ വാർഡൊക്കെ പോലെ. ഇപ്രാവശ്യം ചെന്നപ്പോൾ നിറച്ച് ആൾക്കാർ. പിന്നെ ഡോക്ടർ വാർഡത്തൊക്കെ കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ വാർഡിലാണ്, എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വീൽ ചെയറിലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വന്നത് ഫുള്ള് വീൽ ചെയറിലുള്ളത് ഡയാലിസിസ് കഴിഞ്ഞതൊക്കെ നോക്കിയതിൻ്റെ ശേഷം കേട്ടോ നോക്കിയത്. ഞങ്ങളത് നോക്കി അതിൻ്റെ അടിയിൽ ഡോക്ടർ ചായ അടിച്ചാൻ പോയി. ഭക്ഷണം കഴിച്ചൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഡോക്ടറെ കാണിച്ച് തിരിച്ച് വന്നപ്പോൾ 4 മണിയായിരുന്നു കേട്ടോ. അത്രയും ജനങ്ങളുണ്ടായിരുന്നു. കുട്ടി കരഞ്ഞു. ഞാൻ അതിൻ്റെ അടിയിൽ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ കുട്ടി കാര്യമുണ്ട്, കുട്ടിക്ക് ഉറക്കം വന്നേക്കണ്, വിശക്കണുണ്ട്, കാര്യമുണ്ട്. അതിൻ്റെ അടിയിൽ ഓന് ലേസും ഫ്രൂട്ടിയൊക്കെ വാങ്ങി കൊടുത്തേക്കണം. പക്ഷേ ഓൻ അതുകൊണ്ടൊന്നും അമരുന്നില്ല. ഓന് കുറുമ്പ് ഓൻ്റെ സമയം കണ്ടായപ്പോഴേ. അപ്പോൾ സിസ്റ്റർമാർ അതൊന്നും കേൾക്കില്ലല്ലോ, എല്ലാവരും രോഗികളല്ലേ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ടോക്കൺ ആവാതെ. ഞങ്ങളത് 20 ടോക്കന്. പക്ഷേ പിന്നെ അങ്ങനെ ഓരോരുത്തരെ കയറ്റി 33-ാമത്താണ് ഞങ്ങളെ കയറ്റിയത്. പെട്ടെന്ന് കയറി ഇറങ്ങൂലല്ലോ, അങ്ങനത്തെ അസുഖക്കാരാകുമ്പോൾ കുറേ സമയം വെച്ച് പരിശോധിക്കുമല്ലോ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ നമുക്ക് ആരും അങ്ങനെ വിളിക്കാൻ പറ്റൂല, അവലാൻ്റെ ടോക്കൺ നമ്പർ ആകുമ്പോൾ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. പിന്നെ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുവരെ അങ്ങനെ കരഞ്ഞു അങ്ങനെ നിന്നു. ഓൻ്റെ ക്ഷമ ഫുള്ള് പോയി. ഉറങ്ങുന്ന ടൈം പോയി, തിന്നണ സമയം തെറ്റി. അങ്ങനെയൊക്കെ ആയപ്പോഴേ പിന്നെ അങ്ങോട്ട് പോകണം, പെരയ്ക്ക് പോകണം. ഓന് എന്തെങ്കിലും കുറുമ്പ് കളിക്കാണ്ട് പെരയ്ക്ക് എത്തി കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം തന്നെ കേട്ടോ. ഏതായാലും ഇപ്പോൾ അത് കയ്യോളം നിൽക്കാതെ പറ്റൂലല്ലോ വിചാരിച്ച് അങ്ങനെ നിന്നു. കുറേ ഇരുന്ന് പിന്നെ കുറേ കഴിഞ്ഞാലാണ് ഞങ്ങളെ നോക്കിയത്. പിന്നെ വിളിച്ചണൊക്കെ ബുക്ക് ചെയ്തോലല്ലേ ആരും പിന്നെ വരാത്തുണ്ടാവില്ലല്ലോ. വരാത്തോലൊക്കെ ഇടയിലുണ്ടെങ്കിൽ പിന്നെ നമുക്കൊക്കെ എളുപ്പം കയറിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒക്കെ ബുക്ക് ചെയ്ത് വന്നോരല്ലേ. അപ്പോൾ ഏതായാലും കയറാനായിട്ടോ. പ്രഷറൊക്കെ നോക്കാൻ തുടങ്ങി. പ്രഷർ വലിയ കൂടുതലില്ല, പിന്നെ നോർമൽ തന്നെയാണ്. 130 അല്ല 130 കേട്ടോ. അത് വലിയ കൂടുതലില്ല. പിന്നെന്താ കൂടുതൽ ഇപ്പോൾ ക്രിയാറ്റിൻ തന്നെ നല്ലോണം കൂടിയിരിക്കണത്. ഇപ്പം നല്ല നീരും ഉണ്ട്. ഡോക്ടർ തന്നെ, ഞാൻ അങ്ങനെ പോവലില്ലല്ലോ, ഡോക്ടർ തന്നെ എന്നെ കണ്ടുകാണ്ട് നോക്കി. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ കാണിച്ച് ഞങ്ങൾ പുറത്ത് പോന്നു. പിന്നെ മോലാളിൻ്റെ ഓട്ടോറിക്ഷയായിട്ടാണ് ഞങ്ങൾ പോയിൻ്റെ. പിന്നെ അപ്പോൾ അതിനെങ്ങോട്ടോ പോവാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പിന്നെ വേഗം ഓട്ടോ ആയിട്ട് പോയിട്ടോ. ഞങ്ങൾ പിന്നെ ബസ്സിനാണ് പോകുന്നത്. കോട്ടയത്ത് നിന്ന് വേങ്ങരക്ക് ബസ് കയറി, വേങ്ങരത്ത് നിന്ന് പിന്നെ നെല്ലിപ്പറമ്പക്കും ബസ് കയറി, അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ മാവ് ഇറങ്ങി ഒക്കെ ചെയ്തപ്പോൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബസ് എത്തുമ്പോൾ ബസ് സ്റ്റാൻഡിലെത്തുമ്പോഴാണ് നല്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ നല്ലോണം പെയ്തു. മഴ ഉണ്ടെങ്കിൽ നല്ല തുള്ളിച്ചാട്ടിൽ ഇവിടക്കൊക്കെ പെയ്തീനോ അറിയില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ ആണെങ്കിൽ റോഡൊക്കെ കണ്ടില്ല, ഞങ്ങൾ തുള്ളിയിട്ട് നല്ലോണം മഴ പെയ്തേക്കണു. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഇരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വീട്ടിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഭയങ്കര ക്ഷീണം. അവിടെ അങ്ങനെ ഇരുന്ന് മോൻ്റെ കുറുമ്പ് എല്ലാം കൂടി ഒന്ന് കൊണ്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് ഭയങ്കര ക്ഷീണമുണ്ട്. ഇപ്പോൾ ഏതായാലും പോയി വന്നു. വലിയ സന്തോഷമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ഇങ്ങനെ 8 വർഷമായി, എന്നാലും ഇപ്പം ഇങ്ങനെ കൂടി ഇപ്പോഴേ ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പം 4.8 ക്രിയാറ്റിൻ. അപ്പം ഡോക്ടറിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി. പ്രവർത്തനം വളരെ നിന്നേക്കണമല്ലോ, കിഡ്നീൻ്റെ പ്രവർത്തനമൊക്കെ നിന്നേക്കണമല്ലോ. അപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ആയാൽ നീരും കുറേ കൂടിയിരിക്കണു. കാൽമേലും മുഖത്തൊക്കെ നീരും ഉണ്ട്. അങ്ങനെ ആയാൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടായാൽ ബുദ്ധിമുട്ടാണല്ലോ,
തടസ്സം ഉണ്ടാകുന്നൊക്കെ ചോദിച്ചു എല്ലാ വിവരങ്ങളും. അപ്പോൾ ഇതുള്ളതൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ നിന്നാൽ പിന്നെ ഇരിക്കാൻ കഴിയൂല, കുമ്പിട്ടാൽ പിന്നെ നീച്ചാൻ കഴിയൂല, കിടന്നിടത്ത് നീച്ചാൻ കഴിയൂല, ഇരുന്നിടത്ത് നീച്ചാൻ കഴിയൂല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം, കാലിൻ്റെ തൊട അയൊക്കെ വേദനയും ഒരു കുമ്പിടാൻ കഴിയൂല, മൊത്തത്തിൽ വേദന ആയപ്പോൾ. അപ്പോൾ ഇത് പറഞ്ഞു ഇനി വേറെ ഡോക്ടറെ കാട്ടണം, ഇനി വേറെയും വേണ്ട ഫീസും പൈസയൊക്കെ കൊടുക്കുക. ചെടുത്ത് പറഞ്ഞു ഞങ്ങളത് കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് കുറയണില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള തന്നെയാണ് വേദന വരുത്തൊക്കെ ഇതിനെ പറ്റിയുള്ള തന്നെയാണ്. പിന്നെ വെറുതെ അവിടെ പൈസ ഉണ്ടെങ്കിൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവായിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഞാൻ ഏതായാലും നീര് കുറയാനുള്ള നീരിനുള്ള ഗുളിക സ്ഥിരം കുടിച്ചിട്ടുണ്ട്, നീരുണ്ടാകുമ്പോൾ കുടിച്ചാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അത് ഡോസ് കൂട്ടട്ടെ, നല്ല ഡോസുള്ള ഞാൻ എഴുതി തരാം. പിന്നെ അത് കുടിച്ചാൽ ഞാൻ പറ്റൂല, കുടിച്ചാൽ ഞങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവും. ശ്വാസതടസ്സം ഉണ്ടായാൽ എല്ലാവർക്കും അറിയണമല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് അത് എഴുതി. പിന്നെ യൂറിക് ആസിഡ് ഉണ്ടാവലുണ്ട്. യൂറിക് ആസിഡ് കുറച്ച് പറ്റ കുറഞ്ഞു അല്ലേ, പറ്റ കുറഞ്ഞു. അപ്പം ഞാൻ ആ ഗുളിക നിർത്താം, യൂറിക് ആസിഡിൻ്റെ ഗുളിക നിർത്തും ചെയ്യുക, ഇതിൻ്റെ കൂട്ടും ചെയ്യാറുണ്ട്. മരുന്നുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ മരുന്നൊക്കെ വാങ്ങി കൊടുന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടും ആലോചനയും വിഷമത്തിലൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അത്രയും പ്രയാസത്തിലാണിപ്പോൾ. അപ്പോൾ പിന്നെ മരുന്നുമ്പോൾ തന്നെ പോട്ടെ, ഡോക്ടർ സംസാരമൊക്കെ വേറെ രീതിയിൽ കൂടിയാണ്, ഒരുപാട് സംസാരിച്ചു. അപ്പം മരുന്നുമ്പോൾ തന്നെ പോകണം എന്നുള്ള ഒരു ധീരമാണ്. മാക്സിമം മരുന്ന് നല്ല വിലൻ്റെ മരുന്നും ഡോസുള്ള മരുന്നൊക്കെ ഡോക്ടർ എഴുതിയിരുന്നു, അത് കുടിക്കണമുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിപ്പോൾ വല്ലാതാണ് മരുന്നുമ്പോൾ പോകൂല എന്നുള്ള സംസാരത്തിലൂടെയാണ് ഡോക്ടർ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത്രയും നമ്മളെ ചങ്കുകൾ, നമ്മളെ ഫ്രണ്ട്സുകൾ, സബ്സ്ക്രൈബേഴ്സുകൾ, നമ്മളെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി നമ്മൾ പറയുമ്പോൾ ഒരു ആമയും പറഞ്ഞാൽ മരുന്നുമ്പോൾ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, കുറച്ച് കാലം കൂടി ആണ്ട് മുന്നോട്ട് മരുന്നോട് കൂടി തന്നെ പോകട്ടെ, ഡയാലിസിമൊക്കെ ഒന്നും എത്താതെ അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയേണ്ടി കാട്ടേണ്ടിയെന്നൊന്നും അറിയില്ല. ആലോചന കൂടി ഒന്നുകൂടി ആലോചന കൂടി നമുക്ക് വേറൊരാൾ നമുക്ക് കൊണ്ടുവന്നു തരാനില്ല. മുടങ്ങിയാൽ നമുക്കൊരാളും ഇല്ലല്ലോ കൊണ്ടുവരാൻ. മൂത്തത് മോളല്ലല്ലോ, ആൺകുട്ടി ചെറുതാണ്. പിന്നെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും എല്ലാത്തിനും പോണ ഒരാളും മുടങ്ങിയാൽ പിന്നെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പം നമുക്ക് അറിയില്ല. ആൾ സഹായമായിട്ടുമില്ല, പണസഹായമായിട്ടുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ. എനിക്കിപ്പോൾ അതെല്ലാം കൂടി ആലോചിച്ചിട്ട് ഞാൻ പറയാം, എൻ്റെ മോളോട് ഇങ്ങനെ പറയണം, എൻ്റെ കല്യാണക്കാരെയൊക്കെ കഴിഞ്ഞിട്ട് മോളെ അതുവരെയെങ്കിലും ഇപ്പം ഇങ്ങനെ നീച്ച് നടന്ന് കിട്ടിയാൽ മതിയേനു, അതിന് പഠിച്ചവനോട് ദ്വാരക്കച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ ആലോചന കൂടി വരികയാണ്. ഇപ്പം എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. ഏതായാലും പഠിച്ചവൻ എന്താ കണക്കാക്കിയെന്ന് വെച്ചാൽ അതുപോലെയല്ല നടക്കുള്ളൂ അല്ലേ. ഏതായാലും മരുന്നുമ്പോൾ തന്നെ കുറേ കാലം മുന്നോട്ട് പോട്ടെ, അത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അത്രയും വിഷമത്തിലാണ് ഡോക്ടറെ സംസാരം, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് മുഴുവനായിട്ട് കാണാൻ പറയണം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.